എവരിവൺ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. സോ നമ്മളിനി നോക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ്. ഫ്രാക്ഷൻസിനെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മുടെ എക്സാമാണ്, നാളെ എക്സാം ആണല്ലേ. സോ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു വന്നതാണ്. ബട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടാണോ പഠിച്ചിട്ടുള്ളതെന്ന് നോക്കില്ല എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ടാണല്ലേ. സോ ഓണം എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 8 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. അതിൽ 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്താൽ മതി. ആ 8 ആക്ടിവിറ്റീസിൽ 3 ക്വസ്റ്റ്യൻസ് ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിനായിരിക്കും വരിക. ക്ലിയർ അല്ലേ? സോ നമ്മൾ ഇനി കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. സോ ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന മുമ്പ് നമ്മൾ ആദ്യം എന്താണെന്ന് ഫ്രാക്ഷൻ എന്നുള്ളത്, നമ്മൾ ആ ഒരു കാര്യം ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത്, ഈ ഒരു കേക്ക് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കേക്ക് എടുത്തു. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് കേക്ക്. ഈ കേക്ക് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആക്കി എത്ര ഈക്വൽ പാർട്ട് ആക്കിയിട്ടുണ്ട്? 1 2 3 4 5 6 7 8 പാർട്ടാണ് ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പീസ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു എടുത്ത പീസിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 1/8 ആയിരിക്കും. കാരണം ടോട്ടൽ 8 പീസസ് ആണുള്ളത്, അതിലൊരു പീസാണ് ഞാൻ എടുത്തത്. സോ ഇതിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും വരിക? 1/8 ആയിരിക്കും. 1/8 എന്ന് പറഞ്ഞാൽ ഇതിലൊരു പീസ് എടുത്താലാണ്. ഇനി ഞാൻ ഇതിൽ ഓരോരോ പീസും ഇതുപോലെ 1/8 ഫ്രാക്ഷനാണ് അല്ലേ. 1/8 ഉള്ള ഫ്രാക്ഷനാണ്. ഞാൻ ഇതിൽ 2 പീസ് എടുക്കുകയാണെങ്കിൽ, ഇതിൽ 2 പീസ് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 പീസ് എടുത്താൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? അപ്പോൾ ഞാൻ എടുത്ത കേക്കിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? ഞാൻ ടോട്ടൽ 8 പീസ് ഉള്ളതിൽ 2 പീസ് ഞാൻ എടുത്തു. അപ്പോൾ 2/8 അല്ലേ, 2/8. ഇനി ഞാൻ 4 പീസ് എടുക്കുകയാണെങ്കിലോ 4/8. സോ ഞാൻ 2 പീസാണ് എടുത്തത്, 2/8. അപ്പോൾ ഇനി ബാക്കി എത്ര പീസസ് ഉണ്ടാവുക? ആ ഒരു പീസിൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? ഈ ബാക്കി 6 പീസസ് ഉണ്ടാവും അല്ലേ. സോ അതിൻ്റെ ഫ്രാക്ഷൻ വരിക 6/8 ആയിരിക്കും. ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ ഫ്രാക്ഷൻ. ആ ഒരു കാര്യമാണ് ഫ്രാക്ഷൻ ഉള്ളത്. ആൻഡ് വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇപ്പോൾ ഈ ഒരു കേക്ക് തന്നെ എടുക്കാം. ഈ കേക്കിൽ ഞാൻ ഒരു പീസ് എടുത്തു. ഓക്കെ, ഈ ഒരു കേക്കിൽ ഞാൻ ഒരു പീസ് എടുത്തു. എന്നിട്ട് ആ പീസ് ഞാനൊരു പീസ് ട്രയാങ്കിൾ പോലെ അല്ലേ, ഈ ഒരു പീസാണെന്ന് വിചാരിക്കാം. ഈ പീസിനെ ഞാൻ വീണ്ടും 2 പീസാക്കി, അതായത് ഈക്വലായിട്ട് 2 പീസസ് ആക്കി. എന്നിട്ട് ഇതിലൊരു പീസ് മാത്രമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ടോട്ടൽ കേക്കിൻ്റെ എത്ര പീസായിരിക്കും കഴിച്ചിട്ടുണ്ടാവും? ക്വസ്റ്റ്യനാണ്. സോ അതെങ്ങനെ നമ്മൾ നോക്കുക? ഞാൻ ഈ ഒരു ചെറിയ പീസിൻ്റെ എത്ര പീസാണ് ഞാൻ കഴിച്ചത്? ഹാഫാണ് കഴിച്ചത് അല്ലേ, 1/2 ആണ് കഴിച്ചത്. ആൻഡ് ഈ ഒരു ചെറിയ പീസ് എന്നുള്ളത് ഈ ഒരു വലിയ കേക്കിൻ്റെ എത്ര പാർട്ടായിരുന്നു? 1/8 പാർട്ടായി അല്ലേ. സോ നമ്മൾ ഈ 1/2നെ 1/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫ്രാക്ഷനിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1/2 1 × 1 അല്ലേ, ന്യൂമറേറ്ററിൽ 1 × 1 ഈക്വൽ എത്ര വരിക? 1. ഇനി ഡിനോമിനേറ്ററിൽ 8 × 2 അല്ലേ, 8 × 2 എത്ര വരിക? 16. അപ്പോൾ 1/16 ആയിരിക്കും വരിക. ഈസി അല്ലേ? ഈ ഒരു 2 കാര്യങ്ങൾ നമ്മൾ അറിയുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് മൈൻഡിൽ തന്നെ, മീൻസ് നമ്മൾ ഫ്രാക്ഷൻസ് ഒക്കെ നമ്മൾ ആ ഒരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ്. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു വലിയ റെക്റ്റാങ്കിൾ എടുത്തു. ഇത് ഞാൻ ഹാഫ് പീസാക്കി. എന്നിട്ട് ഈ ഒരു ഹാഫ് പീസിന് ഞാൻ വീണ്ടും 3 പീസസ് ആക്കി. എന്നിട്ട് അതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത പാർട്ട് നമ്മൾ ടോട്ടൽ ട്രയാങ്കിളിൻ്റെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും, എത്ര പാർട്ടായിരിക്കും, അതിൻ്റെ ഫ്രാക്ഷൻ എഴുതാൻ പറഞ്ഞു. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഈ ഒരു ചെറിയ പാർട്ടിൻ്റെ, അതായത് ഈ ഒരു ഹാഫ് പീസിൻ്റെ എത്ര പോർഷനാണ് നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 2 പാർട്ട് അല്ലേ, അതായത് 2/3 ആണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെറിയ പാർട്ടിൻ്റെ. ആൻഡ് ഈ ഒരു ചെറിയ പാർട്ട് എന്നുള്ളത് ഈ ഒരു വലിയ പോർഷൻ്റെ എത്രയാണ്? ഹാഫ് ആണല്ലേ. സോ ഈ 2/3 ഞാൻ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 1 = 2. ഇനി 3 × 2 = 6 അല്ലേ. സോ 2/6 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടും. ഈസി അല്ലേ? നമുക്ക് എന്തായാലും ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലാസ്റ്റ് ഇയർത്തെ 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ, ഈ ഒരു ഫിഗറിൽ എ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ പാർട്സ്. ഓക്കെ, ഈ ഒരു സർക്കിൾ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആക്കി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഇതിൻ്റെ എത്ര പാർട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? നമ്മളെങ്ങനെ കാണുക? ഇതിന് നമ്മൾ 1 2 3 4 5 6 7 8 ഈക്വൽ പീസ് ആക്കിയിട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. സോ ആൻസർ എന്തായിരിക്കും? 1/8. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്
വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഒ ബി? ആംഗിൾ എ ഒ ബിയുടെ മെഷർ എത്രയാണ്? ഡിഗ്രീസ് ആയിരിക്കും അല്ലേ, നമ്മൾ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം. സോ ഇതെങ്ങനെ കാണാം? നമ്മൾ ആംഗിൾസ് പഠിച്ചതാണ്, ആംഗിൾസിൽ നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ ആംഗിൾസിൽ നേരെ തിരിച്ചാണ് ചെയ്തിരുന്നത്. അതായത് നമ്മൾ ഇതിനെ 6 പാർട്ടാക്കും. സെയിം കാര്യം തന്നെ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ടോട്ടൽ എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? ടോട്ടൽ 8 പാർട്ടാക്കിയിട്ടുണ്ട്. ടോട്ടൽ ഉള്ളത് എത്ര ആംഗിളാണ്? 360 ആണ്. ആ 360 നമ്മൾ 8 പാർട്ടാക്കിയിട്ടുണ്ട്. അതിലൊരു പാർട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതായത് ടോട്ടൽ 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. സോ 360 ഡിവൈഡ് ബൈ 8 ചെയ്യും. സോ 360 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക ഇവിടെ 4 വരും. 45 ഡിഗ്രി എന്നുള്ള ആൻസർ കിട്ടും. നിങ്ങൾ 360 ബൈ 8 ചെയ്ത് നോക്കുക, 45 ആയിരിക്കും ആൻസർ വരും. സോ ഇവിടെ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ് അല്ലേ? 45 ഡിഗ്രിയാണ്. സോ ആൻസർ ഓപ്ഷൻ ബിയിലും 45 ഡിഗ്രിയാണ്. നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ 4 പാർട്ടാക്കി. ഈ 4 പാർട്ടാക്കുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആ 90 ഡിഗ്രീൻ്റെ കറക്റ്റ് ഹാഫാണ് ഇവിടെയുള്ള ഈ ഷെയ്ഡ് പാർട്ട്. 90 ഡിഗ്രീൻ്റെ ഹാഫ് എത്ര? 45 ആണ്. ക്ലിയർ ആയത്? അത് നമ്മൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് 1/8 ആണെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ രൂപത്തിലും ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ എപ്പോഴും നല്ല എന്താണ് ഇങ്ങനെ ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ എന്തായാലും നമ്മൾ ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ള സ്റ്റെപ്സ് വേണം അല്ലേ? ആൻസർ ഷീറ്റിൽ നമ്മൾ ഓണം എക്സാം ആകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് വേണം. സോ എല്ലാ ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ ആൻസർ മാത്രം പറഞ്ഞു പോകണ്ടാവുള്ളൂ. നിങ്ങൾ ഓരോന്നും എങ്ങനെ കിട്ടി എന്നുള്ള സ്റ്റെപ്സ് എന്തായാലും നമ്മൾ ആൻസർ പേപ്പറിൽ വേണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഷെയ്ഡ് 1/6 ഓഫ് ഇറ്റ്. യെസ്, നമ്മൾ ആംഗിൾസിൽ ചാപ്റ്റർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു സർക്കിൾ ആദ്യം സർക്കിൾ ഡ്രോ ചെയ്യാനാണ്. ഇവിടെ നമുക്ക് ഏതെങ്കിലും സർക്കിൾ ഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കറക്റ്റ് തന്നിട്ടുണ്ട്, റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആവണം തന്നിട്ടുണ്ട്. റേഡിയസ് 3 സെൻറ്റിമീറ്റർ എടുക്കാൻ എന്ത് ചെയ്യുക? കോമ്പസ് എടുക്കുക, സ്കെയിൽ എടുക്കുക, 3 സെൻറ്റിമീറ്റർ അളക്കുക, എന്നിട്ട് വേണം ഒരു സർക്കിൾ വരയ്ക്കാൻ. ക്ലിയർ അല്ലേ? എന്നിട്ട് ഞാനൊരു സർക്കിൾ വരയ്ക്കട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നുള്ളൂ. നമ്മൾ ആംഗിൾസിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് വരക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തന്നാൽ അല്ലേ? സോ ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് ഇതിനെ 1/6, അതായത് 6 പാർട്ടാക്കിയിട്ട് അതിൽ ഒരു പാർട്ടാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. സോ 6 പാർട്ടാക്കാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ടോട്ടൽ ഡിഗ്രി 360 ആണ്. ടോട്ടൽ ഡിഗ്രി 360യിൽ നമ്മൾ അതിനെ 6 പാർട്ടാക്കണം അല്ലേ? 6 പാർട്ടാക്കണം. സോ 6 പാർട്ടാക്കുമ്പോൾ ഒരു ആംഗിൾ എത്ര വരിക? 360 ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് 60 ഡിഗ്രി എന്നാണ് ആൻസർ വരിക. അതായത് ഒരു പാർട്ടിൻ്റെ ആംഗിൾ വരിക, അതിലൊരു പീസിൻ്റെ ആംഗിൾ വരിക 60 ഡിഗ്രിയാണ്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഒരു സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ കറക്റ്റ് വെക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, അവിടെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, അടുത്ത ലൈൻ വരയ്ക്കുക. വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, അടുത്ത ലൈൻ. ഇങ്ങനെ 6 ലൈൻസ് വരച്ചാൽ നമുക്ക് കറക്റ്റ് 6 ഈക്വലുള്ള പാർട്ട് സൈഡിൽ കിട്ടും അല്ലേ? യെസ്. സോ ഞാനിപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ ഒന്നും എടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മൾ ആംഗിൾസ് ചാപ്റ്ററിൽ അത് കറക്റ്റ് പറഞ്ഞതല്ലേ? സോ സാറ് ഇപ്പോൾ ഒന്ന് പെട്ടെന്നൊരു സർക്കിൾ വരക്കട്ടെ. 6 പാർട്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 6 പാർട്ടിൽ നമ്മൾ ഒരു പാർട്ട് കളർ ചെയ്യണം. ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പാർട്ട് ഷെയ്ഡ് ചെയ്യാം. നമ്മളൊരു പാർട്ട് ഷെയ്ഡ് ചെയ്തു, 1/6 അല്ലേ? ഷെയ്ഡ് ചെയ്തു, പാർട്ട് ഷെയ്ഡ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 2022 ചോദിച്ച ചോദ്യമാണ്, വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? ഇതിൽ ഈ ഹോൾ പാർട്ടിൽ, ഈ ഒരു ഹോൾ സർക്കിളിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? അതായത് 40 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഷെയ്ഡ് ചെയ്തതിൻ്റെ ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്. നമ്മൾ ഫ്രാക്ഷനിൽ എങ്ങനെ എഴുതുക? ടോട്ടലുള്ള നമ്മൾ എത്രയാണോ ചെയ്തത്. ഇപ്പോൾ നമ്മളൊരു കേക്കിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു പീസാണ് എടുത്തത്. സോ 1 എഴുതി. ടോട്ടൽ എത്ര പീസാണ് ഉള്ളത്? 8 പീസാണ്. സോ 1/8 എഴുതി. ഇതുപോലെ ഇവിടെ നമ്മൾ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തുള്ളത്? 40 ഡിഗ്രി. ടോട്ടൽ എത്ര ഡിഗ്രി ഉള്ളത്? 360 ഡിഗ്രി. സോ 40/360 ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 4/36 ആയി. 0 കട്ട് ചെയ്യാം. 4/36. 4/36 എത്ര ടൈംസ് ഉള്ളത്? 9 ടൈംസ് ഉള്ളത് അല്ലേ? സോ നമ്മൾ ആൻസർ 1/9 ആവും. ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എത്ര? 1/9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്? ഈ ഒരു സർക്കിളിൽ അൺഷെയ്ഡ് ആയിട്ടുള്ള പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എത്രയാണെന്നുള്ളത് ഈസിയായിട്ട് കണ്ടുകൂടെ? നമുക്ക് ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഫ്രാക്ഷൻ നമുക്കറിയാം 1/9 ആണ്. ടോട്ടൽ 9 പാർട്ടിൽ 1 പാർട്ട്. അതിന് അൺഷെയ്ഡ് എത്രയായിരിക്കും? 8/9. ടോട്ടലുള്ള 9 പാർട്ടിൽ 8 പാർട്ടും ഷെയ്ഡ് ചെയ്തിട്ടില്ല. സോ 8/9 ആണ് ആൻസർ വരിക. യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
ഡ്രോ എ സർക്കിൾ ആൻഡ് ഷെയ്ഡ് 5/12 പാർട്ട്. ഓക്കെ, ഒരു സർക്കിൾ വരക്കുക, എന്നിട്ട് അതിനെ 12 പാർട്സ് ആക്കുക, ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആക്കുക, അതിൽ 5 പാർട്സ് കളർ ചെയ്യുക. സോ ഇവിടെ റേഡിയസ് എത്ര എടുക്കണമെന്ന് പറഞ്ഞില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കോമ്പസിൽ ഇഷ്ടമുള്ള രീതിയിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു സർക്കിൾ വരക്കാം. സോ നമ്മൾ സർക്കിൾ വരക്കുക, ആൻഡ് ഇതിനെ 12 പീസ് ആക്കല്ലേ, 12 ഈക്വൽ പാർട്സ് ആക്കണം. സോ 12 ഈക്വൽ പാർട്സ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, 360/12 ആക്കുക, ഈക്വൽ ടു 30 ഡിഗ്രി കിട്ടും. നമ്മൾ ക്ലോക്കിൻ്റെ കേസിലൊക്കെ പറഞ്ഞാണ്, ക്ലോക്കിൽ ശരിക്കും എന്താണ്, അതിൽ 12 പാർട്സ് ആക്കുന്നുണ്ട്. അതിൽ ഒരു ക്ലോക്കിൽ 2 നമ്പേഴ്സിൻ്റെ അടിയിലുള്ള ആംഗിൾ എത്ര, 30 ഡിഗ്രി അല്ലേ. ഇത് അതുപോലെ തന്നെ ഇവിടെയും 12 പാർട്സ് ആണ് ആക്കുന്നത്. സോ 30 ഡിഗ്രി തന്നെ ആയിരിക്കും വരിക. ആൻഡ് ഇതിലെങ്ങനെ ചെയ്യേണ്ടത്, ഇതുപോലെ ഒരു ലൈൻ വരക്കുക, പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക, ലൈൻ വരക്കുക, എന്നിട്ട് വീണ്ടും പ്രൊട്രാക്ടർ വെക്കുക, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ രൂപത്തിൽ ഇങ്ങനെ 12 പാർട്സ് ആക്കാം. ഓക്കെ, സോ ഇപ്പോൾ പെട്ടെന്ന് ഒരു 12 പാർട്സ് ആക്കാൻ പോവാണ്. സോ 12 പാർട്സ് ആക്കുമ്പോൾ ഇവിടെ 6 വേണം, 3 വേണം. ഞാനിവിടെ 12 പാർട്സ് ആക്കി. ഞാൻ ഇവിടെ 12 പാർട്സ് ആക്കിയാൽ പോരാ അല്ലേ, 12 പാർട്സ് ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ 5/12 മാർക്ക് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. ആ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞ പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത് പോകണം. ഇവിടെ 5/12 പാർട്ട് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 5/12 എന്ന് പറയുമ്പോൾ ഇതിൽ 5 പാർട്ട്, 1 2 3 4 5 പാർട്ട് ഷെയ്ഡ് ചെയ്യാം. യെസ്, ഓക്കെ. സോ നമ്മൾ ഇനി 2017 ചോദിച്ചൊരു ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ചോദ്യത്തിൽ ബാബു ഹാസ് ഓൺലി 1 സെറ്റ് സ്ക്വയർ. നമ്മൾ ബാബുവിൻ്റെ അടുത്ത് ഒറ്റൊരു സെറ്റ് സ്ക്വയറേ ഉള്ളൂ ഇൻ ഹിസ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. നമുക്ക് ഓരോരോ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലും 2 സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവും അല്ലേ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ബാബുവിൻ്റെ അടുത്ത് ആകെ ഒരു സെറ്റ് സ്ക്വയർ ഉള്ളൂ. യൂസിങ് ദ സെറ്റ് സ്ക്വയർ ഹി ഡ്രൂ 3 ഡിഫറെൻറ്റ് ആംഗിൾസ് ഇൻ ദ സർക്കിൾ ആൻഡ് ഷെയ്ഡഡ് ദം. എന്നിട്ട് ആ ഒരു സെറ്റ് സ്ക്വയർ വെച്ചിട്ട്, ആകെ ഒരു സെറ്റ് സ്ക്വയർ ഉള്ളൂ, ആ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് 3 സർക്കിൾസിൽ 3 ഡിഫറെൻറ്റ് ആംഗിൾസ് ഡ്രോ ചെയ്തു. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾസ് ഇൻ ഡിഗ്രീസ് യൂസിങ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ആംഗിൾസ് മെഷർ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമുക്ക് ആകെ 2 സെറ്റ് സ്ക്വയേഴ്സ് ഉണ്ടാവുക. ഈ സെറ്റ് സ്ക്വയേഴ്സിൽ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സിലാണ്. അതായത് ഈ ഒരു സെറ്റ് സ്ക്വയർ നോക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലേ, എൽ ഷേപ്പുള്ള ആംഗിൾസ് 90 ഡിഗ്രിയാണ്. നമ്മൾ ഒരു സെറ്റ് സ്ക്വയറിൽ ഈ ഒരു സെറ്റ് സ്ക്വയറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആയിട്ടുള്ള ലെങ്ത്തിൽ വരുന്ന ഒരു സെറ്റ് സ്ക്വയർ. ആ സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെയുള്ള 2 ആംഗിൾസ്, ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അത് 45 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇവിടെ ഓൾറെഡി നമുക്കറിയാം 90 ഡിഗ്രിയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റ് സ്ക്വയറിൽ വരികയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇതിൽ വലിയ ആംഗിൾ 60 ഡിഗ്രിയും ചെറിയ ആംഗിൾ 30 ഡിഗ്രിയും ആയിരിക്കും. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാബു ഏത് സെറ്റ് സ്ക്വയർ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും? നമ്മൾ ബാബുവിൻ്റെ അടുത്ത് ആകെ ഒരു സെറ്റ് സ്ക്വയർ ഉള്ളൂ. ഏത് സെറ്റ് സ്ക്വയർ ആയിരിക്കും ഉണ്ടായിരിക്കണം? 3 ഡിഫറെൻറ്റ് ആംഗിൾസ് വരക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ ആയിരിക്കും അല്ലേ, കാരണം അതിലാണ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഉള്ളത്. നമ്മൾ ഒന്നാമത്തെ സെറ്റ് സ്ക്വയറിൽ നമുക്കൊരു 90 ഡിഗ്രി എന്നുള്ള ആംഗിൾ ഉണ്ടാവും, ബാക്കിയുള്ള 2 ആംഗിൾസും 45 ആണ് അല്ലേ. സോ നമ്മൾ രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി നമുക്ക് ആംഗിൾസ് ഈക്വൽ ആയിട്ട് പറയാൻ പറ്റും, ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇതിൽ ഏറ്റവും ചെറിയ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. പിന്നുള്ള വലിയ ആംഗിളോ 60 ഡിഗ്രി, ആൻഡ് മൂന്നാമത്തെ ആംഗിൾ 90 ഡിഗ്രി. ക്ലിയർ അല്ലേ? ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾസ് ഇൻ ഡിഗ്രീസ് യൂസിങ് സെറ്റ് സ്ക്വയർ. നമ്മൾ മെഷർ കണ്ടുപിടിച്ചു. ഇനി ഹൗ മെനി പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ് ഇൻ ഈച്ച് ഫിഗർ. ഈ ഓരോരോ ഫിഗറിലും എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, അതാണ് ചോദ്യം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ചെയ്തതാണ്. 30 ഡിഗ്രി എത്രയാണ്, 60 ഡിഗ്രി എത്രയാണെന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തതാണ്. എന്തായാലും നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ 30 ഡിഗ്രിൻ്റെ നമുക്ക് പറയാം, നമ്മൾ ക്ലോക്കിൻ്റെ കേസിലും 30 ഡിഗ്രിയാണ് അല്ലേ. 1/12 ആണ് ഈ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തുള്ളത്. നമ്മളെങ്ങനെ കാണേണ്ടത്, അതിൻ്റെ കറക്റ്റ് മെത്തേഡിൽ കാണേണ്ടത് 30/360. 30/360 ചെയ്യുമ്പോൾ നമുക്ക് 1/12 എന്നുള്ള ആൻസർ കിട്ടും. അടുത്തതിലോ 60/360. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ അതിന് മുമ്പത്തെ ക്വസ്റ്റ്യനായിട്ട് ഈ നമ്മൾ 60 ഡിഗ്രി കൊണ്ട് നമ്മളൊരു സർക്കിൾ വരച്ചതാണ്. അതിലെത്രയായിരുന്നു? 1/6 ആണ് നമ്മളതിൻ്റെ ഫ്രാക്ഷൻ വരിക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ 90/360. ഇതിൻ്റെ ഫ്രാക്ഷൻ എത്ര വരിക? ഇത് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 എന്നുള്ള ആൻസർ വരും അല്ലേ. 1/4. നമ്മൾ 90 ഡിഗ്രീൻ്റെ കേസിൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് 1/4 ആണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ. ഇതിന് 4 പീസാക്കിയിട്ട് ഒരു പീസാണ് 90 ഡിഗ്രി അല്ലേ. സോ 1/4 ആണ്. സോ ആ ഒരു കാര്യം ഓപ്ഷൻ ബി, നമ്മൾ ക്വസ്റ്റ്യൻ ബിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്ട് ഈസ് നോട്ട് ഷെയ്ഡഡ് ഇൻ ദ തേർഡ്. മൂന്നാമത്തെ സർക്കിളിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്യാത്തത്, അൺഷെയ്ഡഡ് പാർട്ടിൻ്റെ ഫ്രാക്ഷൻ.
ഈസി ആയിട്ട് കണ്ടുകൂടെ? 1/4 ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? 3/4 അല്ലേ? 3/4 ആയിരിക്കും ആൻസർ വരിക. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ? ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 2023 ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇവിടെ ചോദ്യം പറയുന്നത് ദ പിക്ചർ ഷോസ് എ കേക്ക് ബോട്ട് ബൈ അമ്മു, മാളു ആൻഡ് എ 3 ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ ഈ പിക്ചർ നല്ല കളർഫുൾ ആയിട്ടുള്ള പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ അമ്മു ഉണ്ട്, മാളു ഉണ്ട്, എന്നിട്ട് അവരുടെ 3 വേറെ ഫ്രണ്ട്സും. ടോട്ടൽ എത്ര ആളാണ്? 5 ആളുകളാണ് ഈ ഒരു കേക്ക് ബൈ ചെയ്തത്. ദേ ഡിവൈഡ് ദ കേക്ക് ഇൻ ടു ഈക്വൽ പാർട്സ്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള 5 പാർട്സ് ആക്കി. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ കേക്ക് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര പാർട്ടാണ് കിട്ടുക? എത്രയായിരിക്കും? 5 പാർട്ടാണ് ടോട്ടൽ ഉള്ളത്, 5 ആളുകളാണ് ഉള്ളത്. ഒരാൾക്ക് ഒരു പീസ് കിട്ടും, 1/5 അല്ലേ? ഈക്വലായിട്ട് ചെയ്യണം 1/5. ഇനി മാളു ഡിവൈഡഡ് ഹെർ പീസ് ഇൻ ടു 2 ഈക്വൽ പാർട്സ് ആൻഡ് ഗേവ് 1 പീസ് ടു ഹെർ സിസ്റ്റർ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ കേക്ക് ഡിഡ് ഹെർ സിസ്റ്റർ ഗെറ്റ്? ഓക്കെ, നമ്മൾ മാളു എന്ത് ചെയ്തു? മാളുവിന് ഒരു പീസാണ് ഇതിൽ കിട്ടിയത്. ഓക്കെ, ഈ ഒരു പീസ് കിട്ടിയെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ പീസ് എടുത്തിട്ട് അതിനെ വീണ്ടും ഹാഫാക്കി. എന്നിട്ട് അതിലൊരു ഹാഫ് എന്ത് ചെയ്തു? മാളു ആളുടെ സിസ്റ്ററിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ കേക്ക് ഡിഡ് ഹെർ സിസ്റ്റർ ഗെറ്റ്? ടോട്ടൽ ഉള്ള കേക്കിൻ്റെ എത്ര പാർട്ടാണ് നമ്മൾ സിസ്റ്ററിന് കിട്ടിയിട്ടുണ്ടാവുക? നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞതല്ലേ? ഈ ഒരു സ്മോൾ പാർട്ടിൻ്റെ എത്രയാണ് ഫ്രാക്ഷനാണ് നമ്മൾ സിസ്റ്ററിന് കിട്ടിയിട്ടുള്ളത്? 1/2 ആണ്. ആൻഡ് ഈ ഒരു സ്മോൾ പാർട്ട് എന്നുള്ളത് ഈ വലിയ കേക്കിൻ്റെ എത്ര പാർട്ടാണ്? 1/5 ആണല്ലേ? സോ 1/2 ഇൻറ്റു 1/5. ആൻസർ എത്ര കിട്ടുക? 1/10. ക്ലിയർ അല്ലേ? സോ ആൻസർ 1/10 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ അല്ലേ? നമ്മൾ എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒറ്റ മിനിറ്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അമ്മു ഡിവൈഡഡ് ഹെർ പീസ് ഇൻ ടു 3 ഈക്വൽ പാർട്സ്. ഓക്കെ, നമ്മൾ അമ്മു മാളു 2 പീസ് ആക്കിയിട്ടുള്ളൂ. ഇവിടെ അമ്മു എന്ത് ചെയ്തു? 3 ഈക്വൽ പാർട്സ് ആക്കി. ആൾക്ക് കിട്ടിയ കേക്കിൻ്റെ പീസിന് 3 ഈക്വൽ പാർട്സ് ആക്കി. ആൻഡ് 8 2 പാർട്സ്. അതിൽ 2 പാർട്ട് ആള് കഴിച്ചു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഹോൾ കേക്ക് ഡിഡ് അമ്മു ഈറ്റ്? അങ്ങനെയാണെങ്കിൽ അമ്മു ടോട്ടൽ കേക്കിൻ്റെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? നമ്മൾ അമ്മു കിട്ടിയ പീസിനെ ആദ്യം 3 പീസാക്കി, 3 ഈക്വൽ പീസാക്കി. എന്നിട്ട് അതിൽ 2 പീസ് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കേക്കിൻ്റെ എത്ര പീസായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? എത്ര ഫ്രാക്ഷൻ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ചെറിയ പോർഷൻ്റെ എത്ര ഫ്രാക്ഷൻ ആൾ കഴിച്ചത്? 2/3 അല്ലേ? 3 പീസാക്കിയിട്ട് അതിൽ 2 പീസാണ് കഴിച്ചത്. എന്നിട്ട് ഈ സ്മോൾ പോർഷൻ വലിയ പോർഷൻ്റെ എത്രയാണ്? വലിയ പോർഷൻ്റെ എത്ര ഫ്രാക്ഷൻ എത്രയാണ്? എത്ര പാർട്ടാണ് ഈ ഒരു സ്മോൾ പോർഷൻ? 1/5 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു 1/5. ഓക്കെ, ഇൻറ്റു 1/5. അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇവിടെ ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു 1/5 ഈക്വൽ ടു 2/15 എന്നുള്ള ആൻസർ കിട്ടും. നമുക്കിങ്ങനെ 2/15 ആൻസർ കിട്ടി. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നില്ല അല്ലേ? 1 മിനിറ്റ്. സോ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, 2/3 ഇൻറ്റു 1/5 ചെയ്തു ഈക്വൽ ടു നമുക്ക് 3/15 കിട്ടി. നമുക്ക് എങ്ങനെ കിട്ടിയത്? ഇവിടെ 2 ഇൻറ്റു 1 ചെയ്തു, 2 കിട്ടി. 3 ഇൻറ്റു 5 ചെയ്തു, 15 കിട്ടി. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യനിലും 3 ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തു. നമ്മൾ ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കണം. അതിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതും 2023 ചോദിച്ച ചോദ്യമാണ്. ലാസ്റ്റ് ഇയർ ചോദിച്ച ചോദ്യമാണ്. ഇവിടെ എന്താ? രാഘു കട്ട്സ് സെവറൽ റെക്ടാംഗിൾ പീസസ് വിത്ത് എ ലെങ്ത് 1/4 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 1/2 മീറ്റർ. നമ്മൾ രാഘു ഒരു പേപ്പർ എടുത്തിട്ട് കുറേ റെക്ടാംഗിൾസ് കട്ട് ചെയ്തു. ആ റെക്ടാംഗിൾസിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. 1/4 മീറ്ററും 1/2 മീറ്ററുമാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. ഓക്കെ, ഫ്രം എ കാർഡ്ബോർഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് 1 റെക്ടാംഗുലർ പീസ്? അങ്ങനത്തെ കുറേ റെക്ടാംഗുലർ പീസ് കട്ട് ചെയ്തു. അതിൽ ഒരു റെക്ടാംഗുലർ പീസിൻ്റെ ഏരിയ എത്രയായിരിക്കും? നമ്മളെ രാഘു കട്ട് ചെയ്ത ഒരു റെക്ടാംഗുലർ പീസ് എടുത്തിട്ട്, റെക്ടാംഗുലർ പീസാണ്, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഒന്ന് 1/4 ആണ് ഒരു ലെങ്ത്ത്, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 1/2 ആണ്. അങ്ങനെയാണ് ഏരിയ കാണാൻ. റെക്ടാംഗിളിൻ്റെ ഏരിയ കാണാൻ ഈസിയാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ചെയ്താൽ മതി. അതായത് ഇവിടെ 1/4 ഇൻറ്റു 1/2 അല്ലേ? 1/4 ഇൻറ്റു 1/2 അല്ലേ? ആൻസർ എത്ര കിട്ടുക? ഇവിടെ ന്യൂമറേറ്ററിൽ 2 1, സോ 1 വരും. ഡിനോമിനേറ്ററിൽ 4 ഇൻറ്റു ചെയ്യുക, 8 വരും. സോ 1/8 ആൻസർ. ക്ലിയർ അല്ലേ? നമ്മൾ താഴെ ഭാഗത്ത് 4 ഇൻറ്റു ഉള്ളത് 4 ഇൻറ്റു 2 ചെയ്തു, 8 ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി സച്ച് പീസസ് ആർ റിക്വയർഡ് ടു മേക്ക് എ റെക്ടാംഗിൾ ഹാവിങ് ആൻ ഏരിയ 1 സ്ക്വയർ മീറ്റർ? ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ 1/8 മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും 1/8 മീറ്റർ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ ആ മീറ്റർ സ്ക്വയർ നമ്മൾ എഴുതാൻ മറന്നു പോയത്. ഓക്കെ,
ആ മീറ്റർ സ്ക്വയർ നമ്മൾ കറക്റ്റ് ചെയ്യണം. നമ്മൾ ഏരിയ പറയുമ്പോൾ മീറ്റർ സ്ക്വയർ രൂപത്തിൽ. ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾസ് എത്ര വേണ്ടി വരും നമുക്ക് 1 മീറ്റർ സ്ക്വയർ ഏരിയ കിട്ടാൻ. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിളിനത് 1/8 ആണ്. ഇത് നമുക്ക് ഈക്വൽ ടു ആവേണ്ടത് എത്രയാണ്, 1 ആണ്. ഇവിടെ 1 ആവണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക, അതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ നമുക്ക് 1 ആക്കണമെങ്കിൽ ഈ 8 ഇവിടുന്ന് പോകണം അല്ലേ. 8 ഇവിടുന്ന് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ മുകൾ ഭാഗത്ത് അതായത് ന്യൂമറേറ്ററിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, ഇത് രണ്ടും കട്ടായിട്ട് 1 എന്നുള്ള വാല്യൂ വരും. അപ്പോൾ എത്ര റെക്റ്റാങ്കിൾസ് വേണ്ടി വരും, 8 റെക്റ്റാങ്കിൾസ് വേണ്ടി വരും. 1/8 മീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള 8 റെക്റ്റാങ്കിൾസ് വേണ്ടി വരും നമുക്ക് 1 മീറ്റർ സ്ക്വയർ എന്നുള്ള ഏരിയ കിട്ടാൻ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5 pieces are joined to make a rectangle as in the given figure. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്ത ഈ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ 5 പീസസ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് 1 side of the rectangle is 1/4 meter. ഓക്കെ, ഈ ഒരു സൈഡിൻ്റെ ഇത് തന്നിട്ടുണ്ട്, ലെങ്ത് 1/4 ആണ്. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ് കാണണം, ഫൈൻഡ് ഇറ്റ്സ് ഏരിയ. ഈ ഒരു പീസിൻ്റെ ഏരിയയും കാണണം, ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ലെങ്ത് എത്രയാണെന്ന് കാണണം. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കറിയാം ആ ഒരു സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 1/4 ഒരു സൈഡ് 1/2 ആണ് അല്ലേ. നമ്മൾ ഈ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഓരോന്നും എന്താണ് 1/2 1/2 1/2 1/2 1/2 ഇങ്ങനെ ഓരോന്നും 1/2 1/2 ഉള്ള ലെങ്ത് ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര ആയിരിക്കും, ഇങ്ങനെ എത്ര 1/2s ഉണ്ട്, 5 റെക്റ്റാങ്കിൾസ് നമ്മൾ ഒപ്പം വെച്ചിട്ടുള്ളത്. സോ ടോട്ടൽ എത്ര 1/2s ഉണ്ട്, 5 1/2s ഉണ്ട്. സോ 5 × 1/2 5 × 1/2 അല്ലേ ലെങ്ത് വരിക. 5 × 1/2 ഈക്വൽ ടു 5/2. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ നമ്മൾ ഓൾറെഡി കണ്ടു. ലെങ്ത് ഓഫ് ദ അതർ സൈഡ് എത്രയായിരിക്കും, 5/2 മീറ്റർ. ഓക്കെ, 5/2 മീറ്റർ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏരിയയും കാണാനല്ലേ. ആ ഒരു ക്വസ്റ്റ്യനിൽ 2 കാര്യം കാണാനുണ്ട്. ഒന്ന് ലെങ്ത് കാണണം, പിന്നെ ഏരിയ കാണണം. ഏരിയ കാണാൻ എങ്ങനെയാണ്, ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണ്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ 1/8 ഒന്ന് 5/2 ഒന്ന് 1/4 ആണ് 2 സൈഡ്സിൻ്റെ മെഷർമെൻറ്റ്സ്. അപ്പോൾ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, 5/2 × 1/4 ഈക്വൽ എത്ര വരിക, 5/8 അല്ലേ. ഇവിടെ എന്ത് ചെയ്യുക, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5/8 ആൻസർ കിട്ടും. ഓക്കെ, സോ ഇനി നമ്മൾ 2022 ചോദിച്ചൊരു ചോദ്യമാണ്. സോ ഈ ചോദ്യം പറയുന്നത് ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഇൻ ദ എബോവ് ഫിഗർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ കാണാനാണ്. ഏരിയ കാണാൻ ഈസി അല്ലേ. ഇവിടെ 15 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്താൽ മതി, 15 × 1 വിച്ച് ഈസ് ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. എല്ലാം സെൻറ്റിമീറ്ററിലാണ്. സോ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 റെക്റ്റാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ ബൈ ദ ഏരിയ ഓഫ് 1 സ്മോൾ റെക്റ്റാങ്കിൾ. ഓക്കെ, ഈ തന്ന ഈ വലിയ റെക്റ്റാങ്കിൾ നമ്മൾ 4 ഈക്വൽ ഏരിയ ഉള്ള റെക്റ്റാങ്കിൾസ് ആക്കി, അതായത് 4 ഈക്വൽ പീസാക്കി. ഞാൻ 4 ഈക്വൽ പീസാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം കറക്റ്റ് ഹാഫ് ആക്കി, എന്നിട്ട് അതിന് വീണ്ടും 4 എസ്. ടോട്ടൽ എത്രയായി, 4 പീസായി. 4 ഈക്വൽ ആയിട്ടുള്ള ഏരിയ ഉള്ള പീസാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു പീസിൻ്റെ ഏരിയ എത്രയായിരിക്കും, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പീസിൻ്റെ ഈ ഒരു സൈഡിൽ 1 സെൻറ്റിമീറ്റർ തന്നെ അല്ലേ. ഒരു സൈഡിൽ നമുക്ക് 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. അടുത്ത സൈഡിൽ ഈ ഒരു സൈഡിലുള്ള ലെങ്ത്ത് കാണണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക, നമുക്കറിയാം ടോട്ടൽ ഈ ഒരു ഫിഗറിൻ്റെ മൊത്തമായിട്ടുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 15 ആണ്. അതിന് നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കി, 1 2 3 4. സോ 15/4. സോ ഒരു സൈഡിൻ്റെ ഇത് എത്ര വരിക, ഒരു ലെങ്ത്ത് എത്ര വരും, 15/4 മറ്റേ സൈഡ് 15/4 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 1 സെൻറ്റിമീറ്റർ. സോ ഈ സൈഡ് ഏരിയ കണ്ടൂടെ. ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 15/4 × 1 ഈക്വൽ ടു 1 കൊണ്ട് ഏത് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താലും ആ ഒരു വാല്യൂ തന്നെ കിട്ടും അല്ലേ. സോ 15/4 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. If 12 such rectangles are put together, find the total area. Okay, 15/4 സെൻറ്റിമീറ്റർ നമ്മൾ 15/4 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള അങ്ങനത്തെ ഒരു ട്രയാങ്കിൾ, അങ്ങനത്തെ 12 ട്രയാങ്കിൾസ് വെച്ചാൽ എത്ര ആയിരിക്കും ടോട്ടൽ ഏരിയ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 15/4 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അങ്ങനത്തെ 12 ട്രയാങ്കിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ 15/4 × 12 ചെയ്താൽ മതി അല്ലേ. 12 ചെയ്യുമ്പോൾ 12 എന്ന് പറഞ്ഞാൽ ശരിക്കും 12/1 ആണ്. ഇവിടെ നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 12 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 4 12 എത്ര ടൈംസ് ഉള്ളത്, 3 ടൈംസ്. സോ ഇനി 15 × 3 മാത്രം ചെയ്യാനുള്ളൂ. 15 × 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്ര, 15 × 3 എന്ന് പറഞ്ഞാൽ 45. സോ 45 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ. യെസ്.
സോ നമ്മൾ ഇനി അടുത്ത് 2017 ചോദിച്ചൊരു ചോദ്യമാണ്. ഫോർ അറേഞ്ചിങ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ എ സ്കൂൾ 2/5 ഓഫ് ടോട്ടൽ ലാൻഡ് ഈസ് നീഡഡ് ഫോർ ബട്ടർഫ്ലൈ പാർക്ക്. ഓക്കെ, നമുക്കൊരു സ്കൂളിൽ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടാക്കുകയാണ്. സോ ആ ഒരു പാർക്ക് ഉണ്ടാക്കാൻ ടോട്ടൽ പാർക്കിൻ്റെ 2/5 ഏരിയ എന്ത് വേണം? ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണം. 2/5 പാർട്ട്. ഹൗ മച്ച് പാർട്ട് ഓഫ് ദ ലാൻഡ് ഈസ് റിമൈനിങ് ഫോർ ദ അതർ നീഡ്സ്? ഈസി ആയിട്ട് കണ്ടൂടെ? ടോട്ടൽ ഉള്ളത് 2/5. നമ്മൾ ടോട്ടൽ ഉള്ള പാർട്ട് ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉള്ളതാണ്. ഇതിനെ ഞാൻ 5 പീസാക്കിയിട്ട് 1 2 3 4 5 5 പീസാക്കിയിട്ട് അതിൽ 2 പീസ് എന്ത് വേണം? ബട്ടർഫ്ലൈ പാർക്കിന് വേണ്ടി വേണം. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്ര ഉണ്ടാവുക? ബാക്കിയുള്ളതിന് 2/5 ആണ് ഉപയോഗിച്ചത്, ബാക്കി 3/5 ബാലൻസ് ഉണ്ടാവും അല്ലേ? ഹൗ മെനി പാർട്സ് ഓഫ് ദ റിമൈനിങ് ഫോർ അതർ നീഡ്സ്? 3/5. ഫസ്റ്റ് ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1/3 ഓഫ് റിമൈനിങ് ലാൻഡ് ഈസ് നീഡഡ് ഫോർ ദ സ്റ്റാർ ഫോറസ്റ്റ്. ഓക്കെ, ബാക്കിയുള്ള പാർട്ടിൻ്റെ 1/3 എന്തിനു വേണം? സ്റ്റാർ ഫോറസ്റ്റിന് വേണം. വാട്ട് പാർട്ട് ഓഫ് ദ ഓൾ ഈസ് നീഡഡ് ഫോർ ദ സ്റ്റാർ ഫോറസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പാർട്ടിൻ്റെ എത്ര പോർഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റാർ ഫോറസ്റ്റിന് വേണ്ടി വരിക? നമുക്കുള്ള ബാലൻസ് ഉള്ളത് 2/3 ആണ് അല്ലേ? ഇവിടെ 3/5 ആണ്. 2/5 നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിന് കൊടുത്തു. ബാലൻസ് ഉള്ളത് 3/5 ആണ്. ഈ 3/5ൻ്റെ എത്ര വേണമെന്ന് പറഞ്ഞത് 1/3 ഓഫ് ദ റിമൈനിങ് ലാൻഡ്. അതായത് ഈ 3/5ൻ്റെ 1/3. നമ്മൾ ആ ഒരു ഫിഗറൊക്കെ വരച്ചിരുന്നു. ഫിഗറൊക്കെ വരച്ചു പറഞ്ഞു. ഞാൻ ഫിഗർ വരക്കാതെ ചെയ്ത് നോക്കുകയാണ്. ടോട്ടലിൽ ബാലൻസ് ഉള്ളത് ഇനി 3/5 ആണ്. അതിൻ്റെ 1/5 ആണ് നമുക്ക് എന്തിനു വേണ്ടി? ഫോറസ്റ്റിന് വേണ്ടി. സോ 3/5 ഇൻറ്റു 1/3 അല്ലെങ്കിൽ 3/5 ഓഫ് 1/3. എങ്ങനെ ചെയ്താൽ 3/5 ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ? ഇവിടെ ചെയ്യുമ്പോൾ 3 കട്ടായി. ആൻസർ എന്ത് വരിക? 1/5. സോ 1/5 പാർട്ട് ടോട്ടൽ പോർഷൻ്റെ 1/5 പാർട്ടാണ് ഈ ഒരു സ്റ്റാർ ഫോറസ്റ്റിന് വേണ്ടി കൊടുക്കേണ്ടത്. നമ്മൾ ആ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം റിമൈനിങ് പാർട്ടിൻ്റെ 1/3 ആണ് വേണ്ടത്. അതായത് ഇവിടെ 3 പാർട്ട് ഉള്ളത്, അതിൽ 1 പാർട്ട്. അപ്പോൾ ഒരു പാർട്ടാണ് വേണ്ടത്. ഏതിന്? സ്റ്റാർ ഫോറസ്റ്റിന് അല്ലേ? ഇത് എത്രയാണ്? ഈ ഒരു പോർഷൻ്റെ ഫ്രാക്ഷൻ എത്ര വരിക? ടോട്ടൽ 5 പാർട്ടുള്ളത്. 1 2 3 4 5 പാർട്ടുള്ള അതിൽ ഒരു പാർട്ടുള്ളത് 1/5. അത് നോക്കിയാലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ 1/5 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്ടീസ് നീഡഡ് ഫോർ ബോത്ത് ബട്ടർഫ്ലൈ പാർക്ക് ആൻഡ് സ്റ്റാർ ഫോറസ്റ്റ്? സോ ഇനി ഹൗ മെനി പാർട്ടീസ് നീഡഡ് ഫോർ ബോത്ത് ബട്ടർഫ്ലൈ ആൻഡ് പാർക്ക് ആൻഡ് സ്റ്റാർ ഫോറസ്റ്റ്? ടോട്ടൽ ഇതിൻ്റെ എത്ര പാർട്ടാണ് ബട്ടർഫ്ലൈ പാർക്കിനും നമ്മളെ സ്റ്റാർ ഫോറസ്റ്റിനും കൂടി ടോട്ടലായിട്ട് വേണ്ടിയത്? അതാണ് ചോദ്യം അല്ലേ? സ്റ്റാർ ഫോറസ്റ്റിനും ബട്ടർഫ്ലൈ പാർക്കിനും കൂടി ടോട്ടലായിട്ട് എത്ര വേണ്ടിയത്? നമുക്കറിയാം ബട്ടർഫ്ലൈ പാർക്കിനെ നമ്മൾ ഉപയോഗിച്ചത് 2/5 ആണ്. പ്ലസ് നമ്മൾ ഈ സ്റ്റാർ ഫോറസ്റ്റിന് ഉപയോഗിച്ചത് 1/5 ആണ്. അപ്പോൾ 2/5 പ്ലസ് 1/5 ഈക്വൽ എത്ര? 2/5 പ്ലസ് 1/5 ഈക്വൽ ടു 3/5 അല്ലേ? 3/5 ആൻസർ. നമ്മൾ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടിനും കൂടിയിട്ട് എത്ര ടോട്ടൽ ഉപയോഗിച്ചത്? 3/5 അല്ലേ? 5 പാർട്ടിൽ 3 പാർട്ട്. അതും ഈസി ആയിട്ട് ചെയ്തു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ റിമൈനിങ് പാർട്ട് ഈസ് ഫോർ പോണ്ട്. വാട്ട് പാർട്ട് ഈസ് നിയർ ഫോർ എ പോണ്ട്? 3/5 ആണ് ഇതുവരെ ഉപയോഗിച്ചത്. ഈ റിമൈനിങ് പാർട്ട് എത്ര? 2/5. ക്ലിയർ അല്ലേ? സോ ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ക്ലിയർ ചെയ്തു. ആൻഡ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ്. 2017 ചോദിച്ച ചോദ്യം തന്നെയാണ്. എ റിബൺ ഓഫ് ലെങ്ത് 1 meter is divided into 4 equal parts. If one part is cut out from it, what part of the whole does the piece represent? അതായത് 1 മീറ്ററുള്ള ഒരു റിബൺ. ഈ റിബണിനെ നമ്മൾ 4 ഈക്വൽ പാർട്ടാക്കി. 1 2 3 4 4 ഈക്വൽ പാർട്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്നിട്ട് എന്താ പറഞ്ഞത്? ഡിവൈഡ് ഇൻറ്റു 4 ഈക്വൽ. ബട്ട് ഇഫ് 1 പാർട്ട് ഈസ് കട്ട് ഔട്ട് ഫ്രം ഇറ്റ്, വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ഡസ് ദ പീസ് റെപ്രസെൻറ്റ്? ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഇത് ടോട്ടൽ പാർട്ടിൻ്റെ എത്ര പോർഷൻ ആയിരിക്കും? നമ്മൾ 4 ഈക്വൽ പീസ് ആക്കിയല്ലേ? 1/4. അപ്പോൾ ആൻസർ എത്ര വരിക? 1/4 ആണ് ആൻസർ വരിക. ഫസ്റ്റ് ആൻസർ 1/4 ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈഡ് ദ റിമൈനിങ് പാർട്ട് ഇൻറ്റു 2 ഈക്വൽ പീസസ്. വാട്ട് പാർട്ട് ഓഫ് ദ ഹോൾ ഡസ് 1 പീസ് ഓഫ് ദ റിബൺ റെപ്രസെൻറ്റ്? ഓക്കെ, നമ്മൾ ഇനി ബാലൻസ് ഉള്ള ആ ഒരു പീസിനെ, അതായത് 1/4 നമ്മൾ കട്ട് ചെയ്ത് പോയി. ഇനി ബാലൻസ് ഉള്ള എത്ര? 3/4. ഈ 3/4നെ നമ്മൾ
വീണ്ടും എന്ത് ചെയ്യും 3/4 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പീസിൻ്റെ 3/4. ഇതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്തു ഹാഫ് പീസാക്കി. സോ എത്രയായിരിക്കും ഫ്രാക്ഷൻ? എത്രയായിരിക്കും? 3/8 അല്ലേ? ഇതെങ്ങനെ ചെയ്തത്? ഈ ഒരു ചോദ്യം ചെയ്തെങ്ങനെയാണ്? നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഉള്ള പീസിനെ അല്ലേ, ബാലൻസ് ഉള്ള പീസിനെ നമ്മൾ എത്ര ആക്കിയത്? അതിന് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 2 പീസാക്കി, അതായത് ഹാഫ് ആക്കി. ബാലൻസ് ഉള്ള പീസിനെ നമ്മൾ ഹാഫ് ആക്കി. ഈ ബാലൻസ് ഉള്ള പീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പീസിൻ്റെ എത്രയായിരുന്നു? 3/4 ആയിരുന്നു അല്ലേ? 1/2 ഓഫ് 3/4. ഇതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1 × 3 3, 4 × 2 8. അപ്പോൾ 3/8 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ? 3/8 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഈക്വൽ? ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ഉള്ളത്? അതായത് ഇവിടെ 4 ടേംസ് വരുന്നുണ്ട്. ഇവിടെ 1/3 ഓഫ് 1/2, 3 ടൈംസ് ഓഫ് 1/2, 1/3 ഓഫ് 2, 2 ടൈംസ് ഓഫ് 1/3. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ 1/3 ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എന്താ? 1/3 × 1/2 ആണ്. അതുപോലെ 3 ടൈംസ് 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 1/2 ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ 1/3 ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ 1/3 × 1/2. ആൻസർ എത്ര വരിക? 1/6. ഇനി അടുത്തത് 3 ടൈംസ് 1/2 എന്ന് പറഞ്ഞാൽ 3 × 1/2. അത് എത്ര വരിക? 3/2. ഇനി മൂന്നാമത്തത് 1/3 ഓഫ് 2 അല്ലേ? 1/3 ഓഫ് 2 അതായത് 2, 3. നാലാമത്തതോ 2 ടൈംസ് 1/3 എന്ന് പറഞ്ഞാൽ 2 × 1/3 ഈക്വൽ ടു 2, 3. ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? ഇവിടെ 2/3, 2/3. അതായത് സിയും ഡിയും ആണ് ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്ത് വരിക എയും ബി ആണോ? അല്ല. ബിയും സി ആണോ? അല്ല. സിയും ഡിയും ആണ് അല്ലേ? സോ സിയും ഡിയും ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദ അബോവ് ഈസ് ഗ്രേറ്റർ ദാൻ 1? 1-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ 1-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നോക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നോക്കിയാൽ മതി. നമ്മൾ ഡിനോമിനേറ്റർ ഇപ്പം നമുക്ക് ഈ 4 വാല്യൂസ് ആണുള്ളത് അല്ലേ? ഈ 4 വാല്യൂസിൽ ഏതിനാണ് ഡിനോമിനേറ്റർ, അതായത് താഴത്തെ നമ്പറിനേക്കാളും വലുത് മുകളിൽ വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ വാല്യൂ. 1-നേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലത്തെ വാല്യൂ 1 ആണ്, താഴത്തെ വാല്യൂ എത്ര? 6 ആണ്. ഏതാ വലുത്? മുകളിലുള്ള വാല്യൂ 1 അല്ലേ? സോ മുകളിലുള്ള വാല്യൂ 1 ആണ്, താഴെയുള്ള വാല്യൂ 6 ആണ്. താഴെയുള്ള വാല്യൂ ആണ് ഇവിടെ വലുത്. സോ ഇത് 1-നേക്കാളും ചെറുതാണ്. ഇനി അടുത്തത് ഇവിടെ 2, 3. ഇതിലേത് വലുത്? മുകളിലുള്ള വാല്യൂ ആണ് വലുത് അല്ലേ? സോ ഈ 3/2 എന്ന് പറഞ്ഞാൽ 1-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കുക, ഇവിടെ 2/3. ഇതിലും താഴെയുള്ളതാണ് വലുത്, ഇതിലും താഴെയുള്ളതാണ് വലുത്. സോ മുകളിൽ നമ്മൾ ന്യൂമറേറ്ററിൽ ഏതാണോ വലിയ വാല്യൂ, ഡിനോമിനേറ്ററിനേക്കാളും വലിയ വാല്യൂ ആണെങ്കിൽ അത് 1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഇവിടെ ആൻസർ ചെയ്താൽ നമ്മൾ രണ്ടാമത്തെ വാല്യൂ, അതായത് 3 ടൈംസ് ഓഫ് 1/2 അല്ലേ? ബി ആണ് നമ്മുടെ ആൻസർ, അതായത് 3/2 അല്ലെങ്കിൽ 3 ടൈംസ് ഓഫ് 1/2. ഓക്കെ. സോ അത്രയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ലേ? നമ്മൾ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സാറ് ചെയ്യുന്ന അതുപോലെ നോക്കിയിരുന്നാൽ കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലാണ് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. സോ എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ എക്സാം നല്ല ഉഷാറാക്കി എഴുതി വരിക. ഓക്കെ. സോ എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ ഇത് കണ്ടോട്ടെ, അവർക്ക് എന്ത് ചെയ്യുക, അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ഈ ഒരു ഓണം എക്സാം മാത്രമല്ല, ഇനിയും എക്സാംസ് വരാനുണ്ട്. പല ടൈപ്പ് ഓഫ് എക്സാംസ്, പല കോമ്പറ്റീറ്റീവ് എക്സാംസ് വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഈ ഒരു നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെയാണ് എക്സാംസ് വരാനുള്ള കാര്യങ്ങൾ പറയും. അതുപോലെ എക്സാംസിനുള്ള വീഡിയോസും ഷോർട്സൊക്കെ ആയിട്ട് അതും ചെയ്യും. സോ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.